ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ നാടിന് തന്നെ മാതൃക. ഫ്രണ്ട്സ് ഓഫ് ചാരിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് പ്രമുഖരുടെ പിന്തുണ. കോടനാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ കൂട്ടായ്മ നടത്തിയ ഓണാഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഭക്ഷണ വിതരണം, നിർധന രോഗികൾക്ക് മരുന്നും, ക്യാൻസർ രോഗികൾക്ക് ചികിത്സാ സഹായം, ഡയാലിസിസ് രോഗികൾക്ക് സാമ്പത്തിക സഹായം, ആലംബഹീനർക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം എന്നിങ്ങനെ സഹജീവികളെ ചേർത്തുപിടിച്ച് ചെയർമാൻ ഷിബു തളിയന്റെ നേതൃത്വത്തിൽ കോടനാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ കൂട്ടായ്മയാണ് കോടനാട് ഫ്രണ്ട്സ് ഓഫ് ചാരിറ്റി. മധുരിക്കുന്ന ഓർമ്മകൾ നാളെ നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നാം എല്ലാവരും. വളരെയേറെ ഈർപ്പമുള്ള ഒരു അന്തരീക്ഷം. രണ്ട് മനോഹരമായ കാര്യങ്ങളാണ് ഇവിടെ സ്നേഹപൂർവം സമ്മേളിക്കുന്നത്. ഒന്ന്, ഫ്രണ്ട്സ് ഓഫ് ചാരിറ്റി എന്ന് പറയുന്ന ആ മഹത്തായ സംരംഭത്തിന്റെ തോളോട് കൈപിടിച്ച് ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയുന്ന ആ മനോഹരമായ സംരംഭത്തിന്റെ ഓണാഘോഷവും, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ആനിച്ചേട്ടന്റെ ഒരു ഭൂമിദാനവും, അതെല്ലാം നടക്കുന്നത് കാരുണ്യത്തിന്റെ ഉറവ പുറപ്പെടുന്ന ഈ എസ് കോൺവെന്റിലാണ് എന്നുള്ളത് വളരെയേറെ സന്തോഷമുണ്ട്. എൻ്റെ ആനിച്ചേട്ടന്റെയും ഷിബുവിന്റെയും സ്നേഹമസ്ത്രമായ ഒരു വിളിയോർത്താണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. അത് ഇത്രയും മനോഹരമാണ് എന്നുള്ളതും ഞാൻ അറിഞ്ഞില്ല. ഈ ഓണം ആഘോഷിക്കുമ്പോൾ ഒരിക്കലും ഹൈക്കോടതി ജഡ്ജി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ UNO എന്ന് പറയുന്ന ഒരു സംഘടന, ഐക്യരാഷ്ട്ര സംഘടന, ഈ വർഷത്തെ ഇവരുടെ ഓണാഘോഷം കോടനാട് ആനന്ദഭവനിലെ അമ്മമാർക്കൊപ്പമായിരുന്നു. ഇവരുടെ ഒത്തുചേരൽ ആനന്ദഭവനിലെ അമ്മമാർക്ക് വലിയ സന്തോഷം സമ്മാനിച്ചു. സമൂഹത്തിന് മാതൃകയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഓണാഘോഷ പരിപാടികൾ കോടനാട് പോലീസ് ഇൻസ്പെക്ടർ മനുരാജ് ഉദ്ഘാടനം ചെയ്തു. SD കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ജിയ അധ്യക്ഷത വഹിച്ചു. നിർധന കുടുംബാംഗങ്ങൾക്ക് വീട് വെക്കാൻ സൗജന്യമായി നൽകുന്ന 4 സെന്റ് ഭൂമിയുടെ ആധാരം TO ആന്റണി കൈമാറി. ഫ്രാൻസിസ് മാണിക്കത്താൻ, TO ലാസർ എന്നിവർ സംസാരിച്ചു. ഓണാഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ ബഹുമാനായ അധ്യക്ഷ, ആനന്ദഭവന്റെ എല്ലാമായ സിസ്റ്റർ സ്റ്റാലിൻ സാറ്, ഷിബു, മറ്റ് ഫ്രണ്ട്സ് ഓഫ് ചാരിറ്റിയുടെ പ്രവർത്തകരെ, പ്രിയപ്പെട്ട ആനന്ദഭവൻ കുടുംബാംഗങ്ങളെ, ക്രിസ്തുവിന്റെ പറഞ്ഞതനുസരിച്ച് എല്ലാ ദിവസവും ഓണമാണെന്ന് പറഞ്ഞു. ആ നാക്ക് പൊന്നായിരിക്കട്ടെ. എല്ലാ ദിവസവും അങ്ങനെ 360 ദിവസവും അങ്ങനെ തന്നെ പോകട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഫ്രണ്ട്സ് ഓഫ് ചാരിറ്റി ഉൾപ്പെടെ വിവിധങ്ങളായ ഗ്രൂപ്പുകൾ ഈ അനന്തപര പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിച്ച് എല്ലാ കാര്യത്തിനും വേണ്ടുന്ന പിന്തുണ നൽകി നിരവധി സംഘടനകൾ, കൂട്ടായ്മകളിലൂടെ ഉള്ളതായിട്ട് അറിയാൻ കഴിയും. ഇത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഓണം എന്ന് പറയുന്നതിന് സങ്കല്പം തന്നെ എല്ലാവർക്കും വരുന്ന ഒത്തൊരുമ അല്ലെങ്കിൽ തുല്യത. പണ്ഡിതനും പാമരനും അല്ലെങ്കിൽ പാവപ്പെട്ടനും പണക്കാരനും എല്ലാം ഒരേപോലെ ദിവസം കഴിയിട്ട് സദ്യ കഴിക്കുന്ന ഒരു ദിവസമാണ്. എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അല്ലെങ്കിൽ ഓണം ആ ദിവസം എല്ലാവർക്കും ഒരുപോലെ തന്നെ എല്ലാവരും ആഘോഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ എല്ലാവരും സാധാരണഗതിയിൽ പുറത്തുള്ള എല്ലാ മനുഷ്യരും ഓരോ ദിവസവും കഴിയുന്നത് പോലെയുള്ള സൗകര്യങ്ങൾക്കും ഇത്തരത്തിലുള്ള കൂട്ടായ്മകളുടെ, ഇത്തരത്തിലുള്ള സംഘടനകളുടെ, ഗ്രൂപ്പുകളുടെ എല്ലാം സപ്പോർട്ടോടുകൂടി നിങ്ങൾക്ക് എല്ലാം. വിദേശത്ത് പോകുന്ന ചെയർമാന് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ യാത്രയയപ്പ് നൽകി. ഷിബു തളിയൻ, ഫ്രാൻസിസ് മാണിക്കത്താൻ, ലാസർ തേനൻ, ബേബി പറമ്പി, ജമീല, സിമി സാജു, മിനി തോമസ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്വന്തം ആവശ്യങ്ങൾ മാറ്റിവെച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ജീവകാരുണ്യ കൂട്ടായ്മയ്ക്ക് ഈ സമൂഹത്തിന്റെ മുഴുവൻ പിന്തുണയുമുണ്ട്. ഈ പോലീസ് സ്റ്റേഷനൊക്കെ ഇവിടെ അടുത്തുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ വളരെ സമാധാനമായിട്ട് പോകുന്നത്. ഞങ്ങൾക്കൊരു പേടിയുമില്ല. കാരണം എന്ത് വന്നാലും വിളിച്ചാൽ വെളിപ്പുറത്തെത്തും. അതുപോലെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഇവിടെ നോക്കാൻ ഏതെന്നില്ല, ഭക്ഷണമൊന്നുമില്ല, എന്നില്ല. എന്തോരം ഗ്രൂപ്പുകളെ ഇവിടെ ഫ്രണ്ട്സ് ഓഫ് ചാരിറ്റി, ഫ്രണ്ട്സ് ഓഫ് കോടനാട്, വിൻസെന്റ് പൂള്, മലയാറ്റൂർ, കോടനാട് എല്ലാം ഞങ്ങളുടെ ഒപ്പമുണ്ട്. കാരണം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഞങ്ങളുടെ പൾസ് അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരാണ് ഇവിടെ ഉള്ളവരൊക്കെ. ഞങ്ങൾക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഉടനടി കിട്ടും. ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, നാളെ കുറിച്ച് ഉത്കണ്ഠാകുലരാകാണ്ടാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഉത്കണ്ഠയുമില്ല. നാളെ എന്ത് കിട്ടുമെന്നൊന്നുമില്ല. എന്ത് വേണം, ഷിബു എന്നൊന്ന് വിളിച്ചാൽ അല്ലെങ്കിൽ ജോഷി എന്നൊന്ന് വിളിച്ചാൽ വേഗം ഞങ്ങൾക്ക് ഇവിടെ സാധനം കിട്ടും.
സിമിയാണെങ്കിൽ ഈ പ്രാവശ്യത്തിൽ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞുള്ള സങ്കടത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. നിങ്ങൾ പറയുമല്ലോ നിങ്ങളുടെ ഓരോ ഈ സ്ഥാപനം ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ട് പോകണമെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ എല്ലാം നിങ്ങളുടെ ഓരോരുത്തരുടെയും കഴിവാണ്. കാരണം ഞങ്ങളിവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ ഏത് ആവശ്യങ്ങളിലും നിങ്ങളാണ് സഹായിക്കുന്നത്. ഇവരുടെ ഒരു പരിധി വരെ ഇവരുടെ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ഈ നാട്ടുകാരും ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളാണ് ഞങ്ങളുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ഇവരാണ് ശരിക്കും നമ്മുടെ ഇതിന്റെ നെടുന്തൂണ്. കാരണം മദർ നേരത്തെ പറഞ്ഞ പോലെ സമയത്തെത്തിയില്ലെങ്കിൽ ഒരു വിളിയുണ്ട്, വിളിച്ചില്ലെങ്കിലും ഞങ്ങൾ പറയും ഓട്ടോളാന്ന് പറയും. ഞങ്ങൾ ഓട്ടോളൊന്നുമല്ല, ഞങ്ങളവിടെ അടുക്കളയിൽ ഫിനിഷിംഗ് വർക്കിലായിരുന്നു. അത്ര കൃത്യമായിട്ട് ഈ പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരാണ്. ഈ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, അപ്പൊ ഈ പരിപാടിക്ക് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറയുന്നു. നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി പരിപാടി നടത്തുന്നു. പിന്നെ നമ്മളോടൊപ്പം തന്നെ ഇവിടെ നിന്ന് പോകുന്ന ഷിബുവിനും കുടുംബത്തിനും നമുക്കറിയാം, പഴയ കാലഘട്ടം യൂറോപ്യൻ രാജ്യങ്ങളിൽ നമ്മൾ കുടുംബസമേതം ജീവിക്കുക, താമസിക്കുക, ജോലി ചെയ്യുക എന്ന് പറയുന്നത് വളരെ ക്ലേശകരമാണ് എന്നാണ് നമ്മളിവിടെ കേൾക്കുന്നത്. അവിടെ എങ്ങനെയാണ് നമുക്കറിയില്ല. എന്നിരുന്നാൽ പോലും നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഷിബുവിനെ നിയന്ത്രിക്കുന്നത് ഇതിനോട് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൽ അപകടങ്ങൾ ഓരോന്നോരോന്നും തെന്നി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വരെ അതുപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതെല്ലാം തെന്നി മാറിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.